എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് മാസത്തിൽ പല വിദ്യാർത്ഥികളും ചോദിക്കും, എന്ത് ബഹുത്തരമാണോ ഈ വിളിച്ച് പറയുന്നത്, കേട്ട് മടുത്തു എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും ഞാൻ പറയും, വാസ്തവം നിങ്ങൾ അറിയണം. വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന വാർത്ത, വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട, മറക്കണ്ട, ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് വന്നിരുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ അവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ വർഷത്തെ +1 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് മാസത്തിൽ. അപ്പോൾ വിദ്യാർത്ഥികൾ പറയും, അത്രയും വൈകുമോ എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ +1 അലോട്ട്മെൻറ്റിൻ്റെ ആദ്യം വന്നൊരു സംഗതി എന്ന് പറയുന്നതാണ് +1ൻ്റെ പ്രോസ്പെക്ടസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ പ്രോസ്പെക്ടസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒറ്റൊരു കാര്യമാണ്, +1 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എപ്പോഴാണ്, ഓഗസ്റ്റ് മാസത്തിൽ നടത്തുമെന്നുള്ള ഒരു വാർത്തയാണ് പ്രോസ്പെക്ടസിൽ കാണുന്നത്. വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകുന്നുണ്ടോ കാര്യം? +1 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം ഓഗസ്റ്റ് മാസത്തിൽ നടത്തുമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം. അപ്പോൾ നിരവധി വിദ്യാർത്ഥികൾ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നൊരു, അത് സ്കൂൾ മാറ്റം, കോഴ്സ് മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നതാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ്. അപ്പം ഞാൻ ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ വസ്തുതയെക്കുറിച്ച് ആദ്യം മുതലേ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ വിദ്യാർത്ഥികളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് മാത്രമല്ല, +1 തുടങ്ങിയ അത് +1ൻ്റെ അലോട്ട്മെൻറ്റ് സിസ്റ്റം തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂള്, ഇഷ്ടമുള്ള കോഴ്സേ കൊടുക്കാൻ പാടുള്ളൂ എന്ന്. ഒരുപാട് വിദ്യാർത്ഥികൾ വലിച്ചു വാരി കൊടുക്കുന്നുണ്ടാണ്. പഠിക്കാൻ താല്പര്യമില്ലാത്ത സ്കൂളും പഠിക്കാൻ താല്പര്യമില്ലാത്ത കോഴ്സും കൊടുക്കുന്നുണ്ട്. കാരണം എനിക്ക് ഒരു വിദ്യാർത്ഥി കമൻറ്റ് ചെയ്തത് ഇങ്ങനെയാണ്, കിട്ടിയത് 1ാമത്തെ ഓപ്ഷനാണ്, പക്ഷേ ദൂരെയുള്ള സ്കൂളാണ് ആ വിദ്യാർത്ഥിക്ക് കിട്ടിയത്, പകരം ഇഷ്ടമില്ലാത്ത കോഴ്സാണ് ആ വിദ്യാർത്ഥിക്ക് കിട്ടിയതെന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഒരു കാരണം വെച്ചാലും ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സോ ഒരു കാരണം വെച്ചാലും ആദ്യം കൊടുക്കരുത്. കാരണം ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ പോലും എടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു കാരണം വെച്ചാലും ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതല്ല. നിങ്ങൾ സ്ഥിരമായിട്ട് പെർമനൻ്റായിട്ട് തന്നെ ജോയിൻ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടല്ലോ എന്നപ്പോൾ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ചോദ്യം വരും. ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് നടത്തുമായിരുന്നെങ്കിൽ, ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് നടത്തുമായിരുന്നെങ്കിൽ കുറേ വിദ്യാർത്ഥികൾക്കൊക്കെ ട്രാൻസ്ഫർ ലഭിച്ചേനെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളും ഇഷ്ടമുള്ള കോഴ്സും ലഭിച്ചേനെ. കാരണം സപ്ലിമെൻ്ററിക്ക് മുമ്പാകുമ്പോൾ കുറേ വേക്കൻസി ഉണ്ട്. പക്ഷേ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എപ്പോൾ മാത്രമേ നടത്തുന്നുള്ളൂ? സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് നടത്തുന്നത്. അതുകൊണ്ടുള്ള വിദ്യാർത്ഥികൾക്ക്, അത് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതൊരു തിരിച്ചടിയാണ്. കാരണം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം ഉള്ള വേക്കൻസിയും കൂടെ പോകും. നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കുറയുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ ഞാൻ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, വിശദീകരിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് അങ്ങനെ കിട്ടില്ല എന്ന്. ഒരു 10 പേർ അപേക്ഷിച്ചാൽ 8 പേർക്കും ട്രാൻസ്ഫർ കിട്ടില്ല. കാരണം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴത്തേക്കും വേക്കൻസി ഫില്ലായിട്ടുണ്ടാകും. ഉള്ള വേക്കൻസിയിലേക്കല്ലേ ട്രാൻസ്ഫർ നടത്താൻ പറ്റും. ഇപ്പം ഒരു സ്കൂളിൽ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ ആ ഒരു വേക്കൻസിയിലേക്ക് 10ഉം 20ഉം അപേക്ഷകൾ വരും. അപ്പോൾ അതിൽ ഒരാൾക്ക് മാത്രമേ, ഇപ്പോൾ ഒരു വേക്കൻസിയിലേക്ക് 20 അപേക്ഷ വന്നു കഴിഞ്ഞാൽ ഒരാളെ എടുക്കാൻ പറ്റൂ. 20 ആൾ അപേക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞൊന്നും ഒരു കാര്യമില്ല. കാരണം ഒരു വേക്കൻസി ഉണ്ട്, ഒരു സ്കൂളിൽ ഒരു വേക്കൻസി, ആ വേക്കൻസിയിലേക്ക് 20 ആളുകൾ അപേക്ഷിച്ചെങ്കിൽ ഒരാളെ മാത്രമേ എടുക്കാൻ പറ്റൂ. ഒരു കാരണം വെച്ചാൽ ഒരാളെ പോലും കൂടുതൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ബാക്കി 19 വിദ്യാർത്ഥികൾ വീണ്ടും പുറന്തള്ളപ്പെടും. അതായത് കിട്ടിയ കോഴ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും.
കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. ഞാൻ ആദ്യമേ വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഒരുപാട് വിദ്യാർത്ഥികൾ കമൻറ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീഡിയോ ചെയ്തത്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എപ്പോഴാണ് വേണ്ടത്, വെയിറ്റിംഗ് ആണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി. കാരണം ട്രാൻസ്ഫർ കിട്ടിയാൽ മാത്രമേ ഒരു കാര്യമുള്ളൂ. കാരണം ഇഷ്ടമില്ലാത്ത കോഴ്സിലാണ് ഇപ്പോൾ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കാണെങ്കിൽ മറ്റൊരു വേവലാതി, എവിടെയെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. കിട്ടിയവർക്കാണെങ്കിൽ കിട്ടിയതുകൊണ്ട് തൃപ്തി അടഞ്ഞിട്ടില്ല. അതാണ് ഇവിടുത്തെ സംഭവം കേരളത്തിലെ. അങ്ങനെയാണല്ലോ +1 അലോട്ട്മെൻറ്റ് സമ്പ്രദായം ക്രമീകരിച്ച് ചെയ്യുന്നത്. കുറേ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല. എന്നാൽ കിട്ടിയവർക്കാണെങ്കിൽ അവർ ആഗ്രഹിച്ചു തൊട്ട് കിട്ടിയിട്ടുമില്ല, എവിടെയെങ്കിലുമൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണല്ലോ HS ക്യാപ്പ് അലോട്ട്മെൻറ്റ് സമ്പ്രദായത്തെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ നല്ല സമ്പ്രദായമാണല്ലോ കേരളത്തിൻ്റേത്. അതുകൊണ്ടാണല്ലോ വിദ്യാർത്ഥികൾക്ക് വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതെന്തായാലും അവിടെ നിൽക്കട്ടെ. അപ്പം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് മാസത്തിൽ ആണെന്ന് നിങ്ങളുടെ പ്രോസ്പെക്ടസ് വിശദീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രോസ്പെക്ടസിൽ കൃത്യമായി പറഞ്ഞുണ്ട്. ഈ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞ സാധനം ഒരു 10-30 പേജുള്ളൊരു PDF ആണ് പ്രോസ്പെക്ടസ്. 10-30 പേജുള്ളൊരു PDF. അതിൻ്റെ അപ്പുറം ഇപ്പുറവും കൂടെ കൂടുമ്പം ഒരു 60-70 ടോട്ടൽ എന്തായാലും വരും. അപ്പം നിങ്ങളുടെ +1 അലോട്ട്മെൻറ്റ് തുടങ്ങുമ്പോൾ തൊട്ട് അവസാനിക്കും വരെയുള്ള കാര്യങ്ങൾ, അതായത് ജൂണിൽ +1 അലോട്ട്മെൻറ്റ് തുടങ്ങി സെപ്റ്റംബറിൽ നടക്കുന്ന, അതായത് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നടത്തുന്ന സ്പോട്ട് അഡ്മിഷൻ വരെയുള്ള A to Z കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, A to Z വിവരങ്ങൾ എവിടെ കൊടുത്തിട്ടുണ്ട്, പ്രോസ്പെക്ടസിൽ ലഭ്യമാണ്. അത് മെറിറ്റ് കോട്ടയായാലും സ്പോർട്സ് കോട്ടയായാലും മാനേജ്മെൻറ്റ് കോട്ടയായാലും കമ്മ്യൂണിറ്റി കോട്ടയായാലും ഏതൊക്കെ രീതിയിലാണ് അഡ്മിഷൻ, ഏതൊക്കെ ഡേറ്റിലാണ് അഡ്മിഷൻ എന്നുള്ള വിവരങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം നിങ്ങളുടെ പ്രോസ്പെക്ടസിൽ വിശദമായി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓഗസ്റ്റിലെന്നൊരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഓഗസ്റ്റിലെന്നൊരു കാര്യമാണ് പ്രോസ്പെക്ടസ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അല്ല നമ്മൾ വായിച്ചു നോക്കിയാൽ, നിങ്ങൾ ട്രാൻസ്ഫറിൻ്റെ സെക്ഷൻ എടുത്ത് വായിച്ചു നോക്കിക്കോ സംശയം ഉണ്ടെങ്കിൽ. പറയുന്നത് വിശ്വസിക്കാൻ വളരെ പ്രയാസമായിരിക്കും. നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യാം. HS ക്യാപ്പിൻ്റെ വെബ്സൈറ്റിൽ കയറുക, ശേഷം വ്യൂ പ്രോസ്പെക്ടസ് എന്ന ലിങ്ക് കാണും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ട്രാൻസ്ഫറിൻ്റെ സെക്ഷൻ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. പറഞ്ഞ സത്യമാണോ കള്ളമാണോ എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ അപേക്ഷ എപ്പോൾ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് ട്രാൻസ്ഫർ വിളിക്കുമായിരുന്നെങ്കിൽ കുറേ പേർക്കൂടെ കിട്ടിയത്. കാരണം കുറേ വേക്കൻസിയും കൂടി ഉണ്ട്. ഇതിന് മുമ്പത്തെ വർഷങ്ങളിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് ഒരു ട്രാൻസ്ഫർ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് ആ ട്രാൻസ്ഫറിൽ സ്ഥാനമില്ലായിരുന്നു. ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ആ ട്രാൻസ്ഫറിൽ പറ്റില്ലായിരുന്നു. അവർക്ക് എപ്പോഴേ പറ്റുള്ളൂ, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം വിളിക്കുന്ന ട്രാൻസ്ഫറിനെ അവർക്ക് അപേക്ഷിക്കാൻ അവസരം നൽകിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അങ്ങനെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് ഒരു ട്രാൻസ്ഫർ വിളിക്കുമായിരുന്നെങ്കിൽ ഒരു 70% അപേക്ഷിക്കുന്ന ഒരു 70% പേർക്കും എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിട്ടിയാൽ, അവരാഗ്രഹിക്കുന്ന സ്കൂൾ ആഗ്രഹിക്കുന്ന കോഴ്സിലേക്ക് മാറി കിട്ടിയാൽ. പക്ഷേ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം വിളിക്കുന്നൊരു ട്രാൻസ്ഫർ നിങ്ങൾക്കൊരു തിരിച്ചടിയാകും, ഉറപ്പാണ്. കാരണം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം വിളിക്കുന്ന ട്രാൻസ്ഫർ നിങ്ങൾ നോക്കി നിൽക്കേണ്ട. കിട്ടിയാൽ കിട്ടിപ്പോയാൽ പോയി, അത്രയേ ഉള്ളൂ. കിട്ടിപ്പോയാൽ പോയി, അത്രയും നിങ്ങൾ നോക്കിയാൽ മതി. അതിലപ്പുറം നോക്കണ്ട. കിട്ടിപ്പോയാൽ പോയി. ഇതാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ വസ്തുത. ഞാൻ ആദ്യമേ വീഡിയോ ചെയ്യുമ്പോൾ പല വിദ്യാർത്ഥികളുടെ വീഡിയോയിൽ പറയുന്ന വിശദമായിട്ടുള്ള കാര്യമാണ്, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ പ്രതീക്ഷിച്ച് ആരും ഇരിക്കണ്ട. ട്രാൻസ്ഫറിനെ പ്രതീക്ഷിച്ചൊന്നും ആരും ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞത് ഒന്ന് കൊടുക്കാൻ വേണ്ടി മാത്രം. ഈ കണ്ണിൽ പൊടിയിടുക എന്നുള്ള പരിപാടിയില്ലേ, ഏതാണ്ട് അതുമായിട്ട് തന്നെ വരും. ഇനി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടത്തിയില്ലെന്നുള്ള കുറ്റം വേണ്ട. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടത്തും. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു പേരിന് വേണ്ടി കുറച്ച് സ്ഥലമാറ്റങ്ങളൊക്കെ ഉണ്ടാകും, കുറച്ച് പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റും. ഒരു കണ്ണിൽ പൊടിയിടുന്ന പരിപാടി, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അതാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ്. അല്ലാതെ വലിയ രീതിയിലുള്ള ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ ട്രാൻസ്ഫറിൻ്റെ റിസൾട്ട് വരുമ്പോൾ നോക്കിയാൽ നോ ചേഞ്ച് തന്നെ കാണും. കാരണം നിലവിലുള്ള സ്കൂൾ ചേഞ്ച് ആയിട്ടില്ല. ചേഞ്ച് ആണെ വേക്കൻസി വേണമല്ലോ. ആകെ 4-3 പേര് വേക്കൻസി കാണും. ആർക്കൊക്കെ ഇതിലേക്ക് കൊടുക്കണം ഇവർ? ആ ഒരു രീതിയിലാണ് +1 അലോട്ട്മെൻറ്റ് സമ്പ്രദായമൊക്കെ പോകുന്നത്. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച കോഴ്സും
ഇപ്പോൾ ലഭിച്ച സ്കൂളും മാറാൻ ഏക ഒരു അവസരം ട്രാൻസ്ഫർ വഴിയാണ്. ട്രാൻസ്ഫറിൽ മാറിയാൽ മാറി. ട്രാൻസ്ഫർ കൂടുതൽ പേർക്ക് മാറാറില്ല, പക്ഷേ മാറിയാൽ മാറി, അത്രേ പറയാൻ പറ്റൂ. ഈ ഇഷ്ടമില്ലാത്ത കോഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ നമ്മൾ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സയൻസ് എടുക്കാൻ, അത് സയൻസുമായി റിലേറ്റീവ്, അതായത് സയൻസുമായി റിലേറ്റീവ് ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളെ സയൻസ് എടുക്കാൻ പാടുള്ളൂ. നിങ്ങൾക്കിനി മാത്സ്, കൊമേഴ്സ്, ഫിനാൻസിങ്, അക്കൗണ്ടിങ്, ബിസിനസ് എന്നിവ പോലെയുള്ള താല്പര്യങ്ങളാണെങ്കിൽ കൊമേഴ്സ് സബ്ജക്റ്റും, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ജിയോളജി, ജോഗ്രാഫി, ആന്ത്രപ്പോളജി, ഗാന്ധിയൻ സ്റ്റഡീസ്, ജേർണലിസം പിന്നെ എന്നിവ പോലെയുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് എടുക്കാം. ഏതിനോടാണോ നിങ്ങൾക്ക് താല്പര്യം അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അല്ലാതെ ഞാൻ ആദ്യമേ വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളുടെ കൂട്ടുകാർ പോകുന്ന രീതിയിലല്ല നിങ്ങൾ പോകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കൂടെ പഠിക്കുന്നവൻ സയൻസിൽ പോയെന്ന് വെച്ചാൽ അവൻ്റെ കൂടെ എനിക്ക് സയൻസിൽ പോകണം എന്നുള്ളത് നിങ്ങൾ നിർബന്ധം പിടിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ കൂട്ടുകാരൻ്റെ കൂടെ പോകാനായിരിക്കും. പക്ഷേ നിങ്ങളുടെ കൂടെ പോകുന്നവന് സയൻസ് പഠിക്കാൻ പറ്റുന്നൊരു സബ്ജക്റ്റ് ആയിരിക്കും. അവനെ സംബന്ധിച്ച് സയൻസ് അവനൊരു ബുദ്ധിമുട്ടില്ലാത്ത വിഷയമായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ അത് പഠിക്കാൻ പറ്റുന്ന വരില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ ആയിരിക്കും നിങ്ങളുടെ സ്കീം എന്ന് പറയുന്നത്. ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ ആയിരിക്കും. നിങ്ങൾക്ക് അതിലായിരിക്കും താല്പര്യവും കൂടുതൽ, അതിലായിരിക്കും നിങ്ങൾക്ക് മാർക്കും കൂടുതൽ. ഓരോരുത്തർക്കും ഓരോ സബ്ജക്റ്റ് വൈസ് താല്പര്യമുണ്ടോ? നിങ്ങൾ SLC വരെ എങ്ങനെയാണ് പഠിച്ചത്? SLC വരെ നിങ്ങൾ എല്ലാ റിലേറ്റീവായിട്ടുള്ള സബ്ജക്റ്റാണ് പഠിച്ചത്. 10 സബ്ജക്റ്റുകൾ പഠിച്ചു. അതെങ്ങനെയാണെന്ന് വെച്ച് സയൻസ് നിങ്ങൾ SLC പഠിച്ചപ്പോൾ എന്തുണ്ടായിരുന്നു? സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് നിങ്ങളെ 10 വരെ നിങ്ങൾ പഠിക്കുമ്പോൾ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സയൻസ് സബ്ജക്റ്റുകൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ്. പിന്നെ കൊമേഴ്സ് വരുമ്പോൾ മാത്സ് വരും, അതിൽ മാത്സ് വിടും. പിന്നെ ഹ്യൂമാനിറ്റീസിലേക്ക് വരുമ്പോൾ നിങ്ങൾ സോഷ്യൽ പഠിച്ചിട്ടില്ലേ, ചരിത്രം, അത് തന്നെയാണ് ഹ്യൂമാനിറ്റീസ്. ചരിത്രം, പൊളിറ്റിക്സ്, ഇന്ത്യൻ സ്വാതന്ത്ര്യം, ഭരണഘടന, അതൊക്കെ നിങ്ങൾക്ക് 8 നിന്ന് 9 നിന്ന് 10 പഠിക്കാനുണ്ട്. നിങ്ങളെല്ലാം സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എല്ലാം കൂട്ടിച്ചേർത്ത രീതിയിലാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നിങ്ങൾ +1 എത്തുമ്പോൾ ആകെ മാറുകയാണ്. ഇഷ്ടമുള്ള സബ്ജക്റ്റുകളിലേക്ക് തിരിയാം. സയൻസ് മതിയെങ്കിൽ അത്, കൊമേഴ്സ്, അക്കൗണ്ടിങ്, ഫിനാൻസിങ് ആ ഭാഗം മതിയെങ്കിൽ അത്, ഹ്യൂമാനിറ്റീസ്, ചരിത്രം, പൊളിറ്റിക്കൽ സയൻസ് സബ്ജക്റ്റ്, പിന്നെ ജിയോളജി, ഭൂമിശാസ്ത്രം, ജോഗ്രാഫി, ജേർണലിസം, ആന്ത്രപ്പോളജി, ഗാന്ധിയൻ സ്റ്റഡീസ് എന്നിവ പോലെയുള്ള സബ്ജക്റ്റ് മതിയെങ്കിൽ അങ്ങനെ ചരിത്രത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് തിരഞ്ഞു പിടിച്ച് പഠിക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ അലോട്ട്മെൻറ്റ് നേരാമാർഗം കിട്ടണം. ആ ഒരു വസ്തു അലോട്ട്മെൻറ്റ് നേരാമാർഗം കിട്ടണം എന്ന വസ്തുത മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ച് നോക്കുക. കിട്ടുമെന്നൊന്നും ഒരു ഉറപ്പും നമുക്കൊരു പറയാൻ പറ്റില്ല. കാരണം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് മുമ്പൊരു ട്രാൻസ്ഫർ വിളിച്ചിരുന്നെങ്കിൽ കുറേ പേർക്കും കൂടെ ട്രാൻസ്ഫർ കിട്ടിപ്പോയേനെ. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ശേഷം വിളിക്കുന്ന ട്രാൻസ്ഫർ ആയതുകൊണ്ട് ഇത് പലർക്കും ഒരു തിരിച്ചടിയാകും. കുറേ പേർക്കൊന്നും മാറിയല്ല, ഭാഗ്യം കടാശിക്കുന്ന പോലെ ഇരിക്കും, ഭാഗ്യം പോലെ ഇരിക്കും മാറുന്നതൊക്കെ. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ നാളെ 24 ക്ലാസ്സുകൾ ആരംഭിക്കുവാണല്ലേ. എനിക്കറിയാം ഒരുപാട് വിദ്യാർത്ഥികളാണ് കമൻറ്റ് ചെയ്യുന്നത്. കാരണം ഞാൻ നിങ്ങളെ ഒരിക്കലും കുറ്റം പറയുന്നതല്ല. കാരണം നിങ്ങളെ കുറ്റം പറയില്ല. കാരണം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ SLC കഴിഞ്ഞ വിദ്യാർത്ഥികളാണ്, ഇതുവരെ അലോട്ട്മെൻറ്റ് പ്രക്രിയയെ നേരിട്ടിട്ടില്ല. നിങ്ങൾക്ക് അറിയത്തില്ല ഇതിനെക്കുറിച്ച്. നിങ്ങൾക്കൊരു +1 അല്ലെങ്കിൽ മാക്സിമം പോയ +2 കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യത്തിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു എവിടെയെങ്കിലും ഒന്ന് കിട്ടട്ടെ എന്ന് വിചാരിച്ചു കൊടുത്തതാണ്. എനിക്കറിയാം, എനിക്കങ്ങനെ പരിചയമുള്ളവരുണ്ട്, എൻ്റെ കൂടെ പഠിച്ചവർ തന്നെ ഉണ്ട് അങ്ങനെ കൊടുത്തവരും എവിടെയെങ്കിലുമൊക്കെ കിട്ടിയവർ. പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ എപ്പോഴും പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വർഷത്തെ വിദ്യാർത്ഥികളായിക്കോട്ടെ, അടുത്ത വർഷത്തെ ആയിക്കോട്ടെ, ഏത് വർഷം കാണുന്ന വിദ്യാർത്ഥികളായിക്കോട്ടെ, പഠിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളത് മാത്രം കൊടുത്തിട്ടേ കാര്യമുള്ളൂ. കാരണം ഇപ്പോൾ ഞാൻ എൻ്റെ അലോട്ട്മെൻറ്റ് കാര്യം എടുക്കുകയാണെന്ന് ഞാൻ ഹ്യൂമാനിറ്റീസാണ് എടുത്തത്. ഞാൻ ഹ്യൂമാനിറ്റീസ് കോഴ്സ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഹ്യൂമാനിറ്റീസും കൊടുത്തു, കൊമേഴ്സും കൊടുത്തു. അത് 8 എടുത്താണ് ആകെ കൊടുത്തുള്ളൂ. അത് 7 എണ്ണത്തിൽ ഹ്യൂമാനിറ്റീസും 8ാമത്തെ എണ്ണത്തിൽ കൊമേഴ്സും. ആ സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു, കൊമേഴ്സ് കൊടുത്തത്.
പക്ഷേ എനിക്ക് ഫസ്റ്റിലും സെക്കൻഡിലൊന്നും എവിടെയും കിട്ടില്ല, ട്രയലിൽ പോലും എവിടെയും കിട്ടില്ല. ട്രയൽ വന്നു, എനിക്ക് എവിടെയും കിട്ടില്ല. ഫസ്റ്റ് വന്നു, എവിടെയും കിട്ടിയില്ല. സെക്കൻഡും വന്നു, എവിടെയും കിട്ടില്ല. പക്ഷേ തേർഡ് വന്നപ്പോൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഓപ്ഷനാണ് GHSS തായ്ന്നൂർ സ്കൂൾ കിട്ടി. ഹ്യൂമാനിറ്റീസാണ് ഞാൻ ആഗ്രഹിച്ച സീറ്റ് തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടും. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇഷ്ടമുള്ള കോഴ്സ് മാത്രമേ പഠിക്കുന്നൊരു കാര്യമുള്ളൂ. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ നിങ്ങൾക്ക് SLC വരെ നിങ്ങൾ നല്ല മാർക്ക് നേടിയൊരു വിദ്യാർത്ഥിയായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റ് എടുത്താണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത സബ്ജക്റ്റ് എടുത്താണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, നിങ്ങൾ നേരാമാർഗം പഠിച്ചില്ലെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ, നിങ്ങൾ +2 എന്ത് ചെയ്യും, തോക്കുക തന്നെ ചെയ്യും. സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചു നോക്കുകയും ചെയ്യാം. കാരണം SLC അല്ല +1 +2. SLC നിങ്ങളെ ജയിപ്പിച്ച് വിടുമായിരുന്നു. നിങ്ങൾക്ക് CE മാർക്ക് കൊണ്ട് നിങ്ങൾക്ക് SLC ജയിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എന്നാ 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 24 മാർക്ക് മതി. 20 മാർക്ക് എന്ത് ചെയ്യും, പഠിപ്പിക്കുന്ന അധ്യാപകൻ തരും. പിന്നെ പോയിട്ട് 4 മാർക്ക് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? 40 മാർക്കിൻ്റെ പരീക്ഷയിൽ 12 മാർക്ക് ജയിക്കാൻ വേണം. 10 മാർക്ക് നിങ്ങളുടെ അധ്യാപകൻ CE തരും. പിന്നെ വേണ്ടത് 2 മാർക്കാണ്. പക്ഷേ +1ലേക്ക് വരുമ്പോൾ നേരെ വിപരീതമാണ്. 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 24 വേണം, 20 മാർക്ക് CE മാർക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അവിടെ 4 മാർക്ക് പോരെയെന്ന്. പോരാ, 24 മാർക്ക് വേണം. CE മാർക്ക് നിങ്ങൾക്ക് തരും, പക്ഷേ CE മാർക്ക് നിങ്ങളെ എന്ത് ചെയ്യാൻ സഹായിക്കില്ല, പാസ്സാക്കാൻ സഹായിക്കില്ല. ടോട്ടൽ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 24 മാർക്കേ ഉണ്ടാവും, CE മാർക്ക് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, 24 മാർക്ക് ജയിക്കാനുള്ളത് എഴുതിയെടുക്കുക തന്നെ വേണം. CE മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങളെ അത് ജയിക്കാൻ സഹായിക്കില്ല. ജയിക്കാനുള്ള മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, എഴുതിയെടുക്കേണ്ടി തന്നെ വരും. അങ്ങനെ എഴുതിയെടുക്കാൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ തോൽക്കുക തന്നെ ചെയ്യും. CE മാർക്കിന് നിങ്ങളെ ജയിക്കാൻ സഹായിക്കാൻ സാധിക്കില്ല. പിന്നെ NSS പോലെയുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടും, അത് നിങ്ങളെ ജയിക്കാൻ സഹായിക്കും. പക്ഷേ CE മാർക്ക് നിങ്ങളെ ജയിക്കാനുള്ള ഹെൽപ്പ് ചെയ്യില്ല. അതുപോലെ തന്നെ 60 മാർക്കിൻ്റെ പരീക്ഷയാണ് +1 മറ്റൊരു പരീക്ഷ. അതിൽ നിങ്ങൾക്ക് ജയിക്കാൻ 18 മാർക്ക് വേണം. 20 മാർക്ക് CE തരും. അതിലും നിങ്ങൾക്ക് കാര്യമില്ല. നിങ്ങൾക്ക് 20 മാർക്ക് CE തന്നാൽ പോലും നിങ്ങൾ ജയിക്കില്ല. കാരണം 18 മാർക്ക് നിങ്ങൾ എഴുതിയെടുക്കണം. 18 മാർക്ക് നിങ്ങൾ പരീക്ഷയിൽ എഴുതി വാങ്ങണം, അല്ലെങ്കിൽ നിങ്ങൾ ഫെയിലായി പോകും. ഇതാണ് വാസ്തവം. 18 മാർക്ക് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഫെയിലാകും. അക്കാര്യത്തിൽ 100% ഉറപ്പാണ്. CE മാർക്ക് എന്തിനെ സഹായിക്കൂ, നിങ്ങളുടെ ഗ്രേഡ് കൂട്ടാൻ മാത്രമേ CE മാർക്ക് സഹായിക്കൂ. ജയിക്കാൻ സഹായിക്കില്ല CE മാർക്ക്. 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 24 മാർക്ക് നിങ്ങൾ എഴുതിയെടുക്കുമ്പോൾ 20 മാർക്ക് അധ്യാപകൻ തരുമ്പോൾ 34-44 നിങ്ങളുടെ ഗ്രേഡ് കൂടാൻ സഹായിക്കും. അതുപോലെ തന്നെ 60 മാർക്കിൻ്റെ പരീക്ഷയിൽ 18 മാർക്ക് നിങ്ങൾ എഴുതിയെടുക്കുമ്പോൾ 20 മാർക്ക് നൽകി 28-38 നൽകി നിങ്ങളുടെ ഗ്രേഡ് കൂട്ടാൻ സഹായിക്കും. നിങ്ങളുടെ ഗ്രേഡ് കൂട്ടാൻ സഹായിക്കും. പക്ഷേ CE മാർക്ക് ഒരിക്കലും നിങ്ങളെ ജയിക്കാൻ സഹായിക്കില്ല. CE മാർക്ക് കൊണ്ട് ജയിക്കാന്നുള്ള വ്യാമോഹത്തിൽ ആരും +2 പോയിട്ട് ഒരു കാര്യവുമില്ല. CE മാർക്ക് കൊണ്ട് എന്ത് ചെയ്യില്ല, CE മാർക്ക് കൊണ്ട് നിങ്ങൾ ജയിക്കില്ലടാ, നിങ്ങളെ ജയിപ്പിക്കില്ല. നിങ്ങൾ എഴുതി തന്നെ വാങ്ങേണ്ടി വരും. നിങ്ങളുടെ SLC പോലുള്ള നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എല്ലാ വർഷവും റിസൾട്ട് വരുമ്പോൾ വിജയ ശതമാനം നോക്കിയാൽ മതി. SLCക്ക് 99 +2 ഈ വർഷം 78. എന്ത് സംഭവിച്ചു? CE മാർക്ക് എഴുതിയെടുക്കാൻ CE മാർക്ക് ജയിക്കാൻ സഹായിക്കില്ല. എഴുതിയെടുത്ത് തന്നെ ജയിക്കണം. പല വിദ്യാർത്ഥികൾക്കും എഴുതിയെടുക്കാൻ പറ്റാതെ പോയി. ഇത് തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സാണ് നിങ്ങൾ ഇപ്പോൾ എടുത്തിട്ടുള്ളതെങ്കിലും ആത്മാർത്ഥമായി പഠിച്ചോളുക, നല്ല രീതിയിൽ പഠിച്ചോളുക. അല്ലെങ്കിൽ നിങ്ങൾക്കും ഇത് അവസ്ഥ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ ഡിഗ്രി ഉൾപ്പെടെയുള്ള കോഴ്സുകൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ +2 ഫെയിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ +2വിൻ്റെ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്തായിരിക്കും എന്ത് ചെയ്യുക, അവിടെ ഡിഗ്രിയുടെ അഡ്മിഷൻ നടക്കുക. അതാണ് വാസ്തവം. നിങ്ങൾക്ക് കൃത്യമായി തന്നെ നിങ്ങൾക്ക് ഡിഗ്രിക്കും മറ്റു കോഴ്സുകൾക്കൊക്കെ പോകണമെങ്കിൽ തന്നെ കൃത്യമായി ജസ്റ്റ് പാസ്സെങ്കിലും ആയി പോവുക. ജസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയാലും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷമാകേണ്ടി വരും. എന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം, അടുത്ത വർഷത്തിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതിയെടുക്കുക തന്നെ വേണം. തോറ്റുപോയ സബ്ജക്റ്റുകൾ നിങ്ങൾ എഴുതിയെടുക്കുക തന്നെ വേണം.
അതുകൊണ്ട് അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ് ഇപ്പോൾ ഇതൊക്കെ അറിയേണ്ട വാസ്തവമാണ്. ഇനി +1 +2 കാര്യത്തിൽ നിങ്ങളോട് ഇങ്ങനെയൊക്കെ കാര്യങ്ങളെ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപേക്ഷിച്ച് നോക്കുക. കിട്ടുമെന്നുള്ളതിന് ഞാൻ ഒരു ഗ്യാരണ്ടിയും പറഞ്ഞില്ല. കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യം, കിട്ടിയില്ലെങ്കിൽ 2 വർഷം നിങ്ങൾ അതിൽ തന്നെ തുടരേണ്ടി വരും. ഏതായാലും കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക്, ദ കരിയർ ഗൈഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.